മലയാള സിനിമയുടെ പുതിയ ലേബലായി ടൊവിനോ തോമസ് മാറിക്കഴിഞ്ഞു. ARM എന്ന പാൻ ഇന്ത്യൻ വിജയത്തിന് ശേഷം ടൊവിനോ ആരാധകർ ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട മോഷൻ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. വെറും ഒരു മാസ് പടമല്ല, ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ഒരു പീരിയഡ് ഡ്രാമയാണിത്. എപ്പോഴാണ് പള്ളിച്ചട്ടമ്പി തിയേറ്ററുകളിൽ എത്തുന്നത്? എന്താണ് ഈ സിനിമയുടെ പ്രത്യേകതകൾ? നമുക്ക് നോക്കാം. 2026 ഏപ്രിൽ 9 വിഷു റിലീസായി പള്ളിച്ചട്ടമ്പി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും. ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നോ, മോഹൻലാലിന്റെയും ജിത്തു ജോസഫിന്റെയും ദൃശ്യം 3 തിയേറ്ററുകളിൽ എത്തുന്നതിന്റെ കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പള്ളിച്ചട്ടമ്പിയുടെ റിലീസ്. സൂപ്പർ താരങ്ങളുടെ വലിയ സിനിമകൾക്കിടയിൽ തന്റെ കരുത്ത് തെളിയിക്കാൻ ടൊവിനോയും കൂട്ടരെ എത്തുന്നു എന്നൊരു പ്രത്യേകതയും ഈ വർഷത്തെ വിഷുക്കാലത്തിനുണ്ട്. ഡിജോ ജോസ് ആന്റണി എന്ന ഹിറ്റ് മേക്കറുടെ സംവിധാനത്തിലെത്തുന്ന ഈ ചിത്രം ആക്ഷനും ഇമോഷനും ഒരുപോലെ ചേർന്ന ഒന്നായിരിക്കും. 1950-60 കാലഘട്ടത്തിലെ കേരളമാണ് സിനിമയുടെ പശ്ചാത്തലം. മലയോര മേഖലകളിലെ കുടിയേറ്റ കർഷകരുടെ അതിജീവനത്തിന്റെ കഥയാണ് പള്ളിച്ചട്ടമ്പി പറയുന്നത്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ചട്ടമ്പിയായി മാറുന്നതും പിന്നീട് അയാൾ തന്നെ നാടിനു വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. 19ാം നൂറ്റാണ്ടിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ കയാതു ലോഹറാണ് നായിക. കൂടാതെ വിജയരാഘവൻ, സുധീർ കരമന, ബാബുരാജ് തുടങ്ങിയ കരുത്തുറ്റ താരനിരയും ചിത്രത്തിലുണ്ട്. സുരേഷ് ബാബുവിന്റെ തിരക്കഥയിൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വളരെ തീവ്രമായി തന്നെ ഈ സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. സിനിമയുടെ സാങ്കേതിക വശങ്ങളാണ് മറ്റൊരു ഹൈലൈറ്റ്. വേൾഡ് വൈഡ് ഫിലിംസിന്റെയും CQ ബ്രോ എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങൾക്കായി മാത്രം വലിയ തുക ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ജെയ്ക്സ് ബിജോയുടെ സംഗീതം സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. മിന്നൽ മുരളിക്കും ARMന് ശേഷം ടൊവിനോയെ മറ്റൊരു പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഉയർത്താൻ ശേഷിയുള്ള സിനിമയായിരിക്കും പള്ളിച്ചട്ടമ്പി എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. വിഷുക്കാലത്തെ ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും? മോഹൻലാലിന്റെ ദൃശ്യം 3 ആണോ അതോ ടൊവിനോയുടെ പള്ളിച്ചട്ടമ്പിയാണോ? എന്തായാലും പ്രേക്ഷകർക്ക് ഇതൊരു ഉത്സവമായിരിക്കും. ടൊവിനോയുടെ പള്ളിച്ചട്ടമ്പി ലുക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.